അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ചാപ്റ്ററിലെ മറ്റൊരു ക്വസ്റ്റൻ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റൻ നോക്കാം. എക്സ് ഓൺ തെർമൽ ഡീകമ്പോസിഷൻ ഫോംസ് ഈഥീൻ ആൻഡ് ഈഥീൻ. ദ സ്ട്രക്ചർ ഓഫ് എക്സ് എന്ന് ചോദിച്ചേക്കണേ. എക്സ് എന്ന കോമ്പൗണ്ടിന് തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ തെർമൽ ക്രാക്കിംഗ് ആണെന്ന് അർത്ഥം. അതായത് അറ്റോമിക് മാസ് കൂടുതലുള്ള ഒരു കോമ്പൗണ്ടിനെ നമ്മള് എയറിന്റെ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്ത് ചെറിയ ചെറിയ കോമ്പൗണ്ട് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ എക്സ് ആണ് നമ്മുടെ ഇനീഷ്യൽ കോമ്പൗണ്ട്. എക്സ് എന്ന കോമ്പൗണ്ട് നമ്മൾ ഹീറ്റ് ചെയ്തപ്പോ തെർമൽ ഡീകമ്പോസിഷൻ നടന്നിട്ട് നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് കിട്ടി. അതിലൊരു പ്രൊഡക്റ്റ് ആണ് ഈഥേൻ. ഈഥേൻ എന്ന് പറയുമ്പോൾ CH3 എന്നാണ് അതിന്റെ സ്ട്രക്ചർ വരാ. പ്ലസ് അടുത്ത കോമ്പൗണ്ട് ആണ് ഈഥീൻ. CH2 എന്നാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, അപ്പോ നമ്മളോട് ഇതിലെ എക്സിന്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണെ തെർമൽ ഡീകമ്പോസിഷൻ നടത്തുമ്പോൾ നമുക്ക് രണ്ട് പ്രോഡക്റ്റ് ആണ് കിട്ടുക. അതിലൊരെണ്ണം സാച്ചുറേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയായിരിക്കും, ഒരെണ്ണം അൺസാച്ചുറേറ്റഡ് പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഇത് റിയാക്ടന്റ് സൈഡ് ആണ്, ഇത് പ്രൊഡക്റ്റ് സൈഡ് ആണ്. റിയാക്ടന്റ് സൈഡിലെയും പ്രൊഡക്റ്റ് സൈഡിലെയും ആകെയുള്ള ആറ്റങ്ങളുടെ എണ്ണം സെയിം ആയിരിക്കും. അതായത് ഇവിടെ എത്ര കാർബൺ ഉണ്ടോ ഇവിടെയും എത്ര കാർബൺ തന്നെ ഉണ്ടായിരിക്കും. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടോ റിയാക്ടന്റ് സൈഡിലും അത്രയും ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടെ എക്സിന്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ നോക്കിയേ, ഇവിടെ പ്രൊഡക്റ്റ് സൈഡില് എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കിയാൽ ആദ്യം ആകെ 1, 2, 3, 4 കാർബൺ ആണുള്ളത്. സോ റിയാക്ടന്റ് സൈഡിലും എത്ര കാർബൺ ഉണ്ടായിരിക്കും? 4 കാർബൺ. അത് നമുക്ക് മോളിക്കുലർ ഫോമിൽ എഴുതാം കേട്ടോ, C4. ഇനി ഇവിടെ ആകെ എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കി, 3 3 6. ഓക്കെ, 6 2 8, 8 2 10. അതായത് ഇവിടെ 10 ഹൈഡ്രജനും ഉണ്ടാകും. ഓക്കെ, അതായത് പ്രൊഡക്റ്റ് സൈഡിൽ എത്ര കാർബൺ ഉണ്ട്, റിയാക്ടന്റ് സൈഡിലും അത്രയും കാർബൺ തന്നെ വേണം. പ്രൊഡക്റ്റ് സൈഡിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടോ റിയാക്ടന്റ് സൈഡിലും അത്രയും ഹൈഡ്രജൻ തന്നെ ഉണ്ടാവും. ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ എക്സിന്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നത്. മോളിക്കുലർ ഫോർമുല കിട്ടിക്കഴിഞ്ഞാല് നമുക്കതിനെ സ്ട്രക്ചറൽ ഫോർമുലയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇവിടെ നോക്കിയേ, ആകെ 4 കാർബൺ ഉണ്ട്. സോ നമ്മൾ ആദ്യം 4 കാർബൺ വരയ്ക്കുന്നു. 1 2 3 4. C4H10. കാർബണിന്റെയും ഹൈഡ്രജന്റെയും എണ്ണം തമ്മിലുള്ള കണക്ഷൻ നോക്കിയേ. കാർബണിന്റെ ഇരട്ടിനേക്കാളും 2 ഹൈഡ്രജൻ കൂടുതലാണ്. അതായത് ഈ എക്സ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഒരു ആൽക്കീൻ ആണ്. അതായത് എല്ലാ കാർബൺ ആറ്റങ്ങൾക്കിടയിലും സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഇനി വാലൻസ് അനുസരിച്ച് ഹൈഡ്രജനെ ഫില്ല് ചെയ്താൽ മതി. CH3 കാർബണിന്റെ വാലൻസി 4 ആണ്. ചുറ്റുള്ള ബോണ്ടുകൾ എണ്ണ 4 ആവാൻ എത്ര വേണോ അത്രയും ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കാം. CH2 CH3. ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ വരുന്നത് കേട്ടോ. ഇനി എന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി വൺ ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് തെർമൽ ക്രാക്കിംഗ്. തെർമൽ ക്രാക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എഴുതുക. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചറിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിലും വ്യത്യാസം വരും. ഓക്കെ, അടുത്തത് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് ഓൾറെഡി എഴുതിയിട്ടുണ്ട് കേട്ടോ. In the presence of heat gives CH3 plus CH2 double bond CH2. ഇതാണ് ഇവിടെ നടക്കുന്ന തെർമൽ ക്രാക്കിങ്ങിന്റെ ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയുള്ള ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും എഴുതി നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്